ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമല കേസ് തീക്കനലാവുകയാണ്, തീജ്വാലയാവുകയാണ്. ഈ ഒക്ടോബറിൽ, ഇപ്പോൾ ആഗസ്റ്റ്, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ ശബരിമല കേസിന് വിധി ഉണ്ടാകും എന്നാണ് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ഒരു സൂചന നൽകിയിരിക്കുന്നത്. ശബരിമല യുവതി പ്രവേശനത്തിലെ റെഫറൻസ് കേസിൻ്റെ വിധി ഒക്ടോബറിൽ ഉണ്ടാകുമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. ബോധ്ഗായ ക്ഷേത്ര കേസ് പരിഗണിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരാമർശമുണ്ടായത്. 9 അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത്. 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ദു മൽഹോത്ര ഒഴിച്ച്, വനിത ഒഴിച്ച് ബാക്കി 4 പേരും ശബരിമലയിൽ യുവതി പ്രവേശനമാകാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദു മൽഹോത്ര മാത്രം അതിനകത്ത് എതിർക്കുകയും പിന്നെ അത് വലിയ വിവാദമാകുകയും കേരളത്തിൽ വലിയ സമരം, കേരളം കണ്ടിട്ടുള്ള വലിയ നാമജപ ഘോഷയാത്രകളും സമരവും എല്ലാം നടന്ന് അവസാനം സ്ത്രീകൾ അവിടെ കയറിയില്ല. ബിന്ദുവാമണിയും കനകദുർഗയും എന്നൊക്കെ പറയുന്ന 1-2 പേര് കയറി. അതൊന്നും അങ്ങനെയല്ലല്ലോ, പാതിരാത്രി അതുവഴി ഓടിയ അതല്ലല്ലോ. അല്ലാതെ സ്ത്രീകൾ ഗൗരവമായി അമ്പലത്തിൽ കയറിയിട്ടില്ല. എന്തായാലും ബോധ്ഗയ കേസ് ശബരിമല വിധിക്ക് ശേഷം പരിഗണിക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടപ്പോഴാണ് ശബരിമല കേസിലെ വിധി ഒക്ടോബർ ആദ്യവാരം ഉണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. ബോധ്ഗയ കേസ് ഒക്ടോബർ 6-ന് പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അപ്പോൾ ബോധ്ഗയ കേസ്, ക്ഷേത്രത്തിൻ്റെ കേസ് വന്നപ്പോൾ ഈ വിഷയം ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചു. എന്തായാലും ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ വിധിയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജിയാണ് 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ആദ്യം ഇത് പരിഗണിച്ചത്. ആ 5 അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ 9 അംഗ ബെഞ്ച് വാദം കേൾക്കുകയായിരുന്നു. 9 അംഗ ബെഞ്ചിൻ്റെ റെഫറൻസിൽ നൽകുന്ന ഉത്തരങ്ങളനുസരിച്ച് 5 അംഗ ബെഞ്ച് വീണ്ടും പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേട്ട് വിധി പറയും. അപ്പോൾ എന്തായാലും വളരെ രസകരമാണ് ശബരിമല വിഷയം. നൂറ്റാണ്ടുകളായി ശബരിമലയിൽ നിൽക്കുന്ന ഒരു ആചാരം മാറ്റണോ വേണ്ടേ എന്നുള്ളതാണ് തർക്ക വിഷയം. സുപ്രീം കോടതിയിൽ ആൾ ഇന്ത്യ യങ് ലായേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചില ആളുകൾ കൊടുത്ത കേസിൻ്റെ പുറത്താണ് കോടതി ഈ വാദങ്ങളും പ്രതിവാദവും തർക്കവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കോടതി ചോദിച്ചൊരു ചോദ്യം, ഇതിനിടയിൽ പലവട്ടം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. വിശ്വാസികളല്ലാത്തവർക്ക് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ എന്ത് അവകാശം? വിശ്വാസികളല്ലാത്തവർക്ക് ഇതിൽ അഭിപ്രായം പറയാൻ എന്ത് അവകാശം? ഇത് വിശ്വാസികളുടെ കേന്ദ്രമല്ലേ എന്ന് വളരെ കൃത്യമായി കോടതി ചോദിച്ചിട്ടുണ്ട്. കോടതിയുടെ പല വാദങ്ങളും ചോദ്യങ്ങളുമൊക്കെ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെടുത്തി മുമ്പോട്ട് നോങ്ങുമ്പോൾ കൃത്യമായി അത് സ്ത്രീകളെ അവിടെ കയറ്റണ്ട എന്നുള്ള ആചാരത്തിന് സഹായകമാകും എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ ഇനി അല്ല, സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചും റെഫറൻസ് കൊടുത്തതിന് ശേഷം വീണ്ടും 5 അംഗ ബെഞ്ച് ഇത് വാദമെല്ലാം കേട്ടതിന് ശേഷം പറയുകയാണ് സ്ത്രീകളെ കയറ്റാമെന്നാണ് പറയുന്നതെങ്കിൽ വീണ്ടും അടുത്ത യുദ്ധം കേരളത്തിൽ ആരംഭിക്കും. എന്തായാലും ഇതൊരു വലിയ സംഘർഷമാണ്. ഒരു ക്ഷേത്രത്തിലുള്ള ആചാരം മാറ്റണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14ഉം 21ഉം ഒക്കെ എടുത്തു വച്ചിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ സ്വാതന്ത്ര്യം, ദർ ഈസ് നോ കാസ്റ്റ്, ക്രീഡ്, റേസ് അല്ലെങ്കിൽ ജെൻഡർ, ഇതൊന്നും പാടില്ല എന്നുകൊണ്ട് തുല്യ നീതി, തുല്യ അവകാശം, തുല്യ സമത്വം എന്നൊക്കെ പറയുന്ന, സമത്വം, അവകാശം, തുല്യനീതി എന്നൊക്കെ പറയുന്ന കൃത്യമായ ഭരണഘടന ആർട്ടിക്കിളുകളാണ് കോട്ട് ചെയ്യുന്നത്. അത് പറയുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളായുള്ള ഒരു ആചാരം മാറ്റണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സമവായത്തിലെത്തുന്നില്ല എന്നുള്ളത് ഗൗരവതരമായൊരു കാര്യമാണ്. ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ആചാരക്രമമാണുള്ളത്. പല രൂപത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകും. പക്ഷേ ഇതുപോലുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാറണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നിടത്ത് കുറേ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാറണ്ട എന്നാണ് ഹിന്ദു വിഭാഗത്തിലെ വലിയൊരു വിഭാഗം, അത് സ്ത്രീകളടക്കമുള്ള വലിയൊരു വിഭാഗം പറയുന്നത്. എന്നാൽ പുരോഗമനവാദികളെന്ന് പറയുന്നവരും ഇടതുപക്ഷവാദികളും യുക്തിവാദികളും അടക്കമുള്ളവർ പറയുന്ന അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായൊരു നിരോധനം ഏർപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീകൾക്ക് നിരോധനമില്ല, ശരിക്കും 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് മാത്രമാണുള്ളത്. അത് മെൻസസ് പീരീഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആചാരപരമായ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പലവട്ടം പല വീഡിയോയിൽ പല രൂപത്തിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഒക്ടോബറിൽ ഈ കേസ് വരുന്നു, അതിൻ്റെ വിധി വരുന്നു. വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒക്ടോബർ ഒരു കലുഷിതമായ ദിവസങ്ങളാകുമോ? കേരളത്തിൽ വിധി ആർക്കനുകൂലമായിരിക്കും? ഇതിൽ കോടതിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കയറ്റണം, സ്ത്രീകളെ കയറ്റണം എന്നുള്ളവർക്ക് അനുകൂലമായിരിക്കുമോ?
അതോ സ്ത്രീകളെ കയറ്റണ്ട എന്നുള്ളവർക്ക് അനുകൂലമായിരിക്കുമോ, നിലവിലുള്ള ആചാരത്തിന് അനുകൂലമായിരിക്കുമോ, ആചാരത്തിനെതിരായിരിക്കുമോ വിധി വരുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെ വിധി വന്നാലും ആ വിധി ആചാരത്തിനെതിരാണെങ്കിൽ, അനുഷ്ഠാനത്തിനെതിരാണെങ്കിൽ വീണ്ടും കലാപവും ബഹളവും ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും കോടതിയാണോ, ഭരണഘടനാ കോടതിയാണോ, സുപ്രീം കോടതിയാണോ, ജനകീയ കോടതിയാണോ വലുതെന്ന് നമുക്കിപ്പോൾ പറയാൻ ഒരു സാധ്യതയുമില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആഗസ്റ്റ് ആകുന്നു. സെപ്റ്റംബർ, ഒക്ടോബറിൽ അടുത്തൊരു 10-40-50 ദിവസം കൊണ്ട് വളരെ കൃത്യമായ ഉത്തരവുണ്ടാകും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവില്ല. എന്തായാലും സുപ്രീം കോടതി ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് കണക്കാക്കുമ്പോൾ ആചാരം തുടരട്ടെ എന്ന് പറയാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്.